Dr. V.P. Gangadharan, a renowned Indian oncologist born in 1954, known for his support to poor and needy cancer patients. He is the head of the Medical and Pediatric Oncology Department at the WellCare Hospital, Vaitila. He is admired for his high-end professional skills and compassion and personal bonding with his patients and their family. നമസ്കാരം. എനിക്ക് ഇന്ന് വേറൊരു സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ 2-3 പ്രാവശ്യം നമ്മൾ പല സ്ഥലത്തും പല സ്റ്റേജിലും ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ തിരുമേനിയുടെ കയ്യിൽ നിന്ന് അവാർഡും അല്ലെങ്കിൽ എന്തെങ്കിലും ഏറ്റുവാങ്ങുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ തിരുമേനി പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, തിരുമേനി ഇതുവരെ ജീവിച്ചതിൽ ഒരു സന്തോഷം തോന്നുന്ന കാരണം അല്ലെങ്കിൽ ജീവിക്കാൻ ദൈവം ഒരിക്കൽ പ്രേരിപ്പിച്ചത് ഒരു പക്ഷേ എനിക്ക് തരാൻ വേണ്ടിയാണെന്ന് പറയാറുണ്ട്. പലപ്പോഴും കേൾക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. ഇന്ന് എനിക്ക് തിരിച്ചു തോന്നുകയാണ്. അതായത് ഇന്ന് ഈ ദിവസം ഇവിടെ വന്നിട്ട് ഇതിലൂടെ കുറച്ച് സമയം ചിലവാക്കാൻ സാധിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് ക്യാൻസർ വന്നെങ്കിലും ക്യാൻസർ രോഗിയായി ഞാൻ പ്രഖ്യാപിച്ചിട്ടില്ല. ശരി. പക്ഷെ അതെങ്ങനെ ആരുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് പിന്നെ പലപ്പോഴും നമ്മൾ പല പേഷ്യൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരിത് മറച്ചു വയ്ക്കാൻ നോക്കും. പലപ്പോഴും നമ്മുടെ ഇപ്പം ഇന്ന് രാവിലെ പോലും ഒരു അച്ഛനെയും കൊണ്ട് മോള് വരുമ്പോൾ മോൾ ആദ്യമേ പറയുന്നത് അച്ഛനെ അറിയാൻ പാടില്ല, ക്യാൻസറാണെന്ന് അറിയാൻ പാടില്ല, അച്ഛനെ അറിയിക്കാതെ ചികിത്സ. അപ്പോൾ ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ രോഗിയാണെന്ന് അറിയിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തിരുമേനിയുടെ തിരിച്ചല്ലായിരുന്നു. എനിക്ക് വന്ന് തിരുമേനിക്ക് അറിയിക്കാതെ നടക്കാമായിരുന്നു. എന്നിട്ടും തിരുമേനി എപ്പോഴും പറയാറുണ്ട് ഞാൻ ഇതുപോലെ ഒരു ക്യാൻസർ വന്ന് അസുഖം മാറിയ ഒരു വ്യക്തിയെന്ന് പറയാറുണ്ട്. പക്ഷെ അല്ലേ, അതിന് ഒരു മനഃശക്തിയും അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രേരണയും ഒക്കെ ഒന്ന് അറിയേണ്ട നല്ലതല്ലേ അല്ലേ? എനിക്കുണ്ടായ മനഃശക്തിയായി ഇത് തുടങ്ങിയപ്പോഴേ സീരിയസ്. അത് വളരെ പ്രധാനമാണ്. നമ്മൾ ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് അത് പ്രധാനമാണ്. എനിക്കൊരു പുസ്തകം ഒരാൾ വായിക്കാൻ തന്നു. അതിൻ്റെ പേര് ജോയ് ഓഫ് ക്യാൻസർ. അതെ. അപ്പോൾ അതായത് ഒരു വേദനയും ഞാൻ അനുഭവിച്ചില്ല, ഒരു വിഷമതയും അനുഭവിച്ചില്ല. അതുകൊണ്ട് അത് എങ്ങനെയാ തിരുമേനി ആദ്യമേ കണ്ടുപിടിക്കാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വയറിന് അവിടെ പ്രശ്നം വന്നു. അപ്പോൾ ഈ നിങ്ങളുടെ അവിടുത്തെ ആദ്യത്തെ ഡോക്ടർ ഫിലിപ്പഗസ്നായിരിക്കും. അതെ, അദ്ദേഹം ഏതാണ്ട് എൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. അതെ, ഗ്യാസ്ട്രോഎൻട്രോളജി സ്പെഷ്യലിസ്റ്റാണ്. അതിൻ്റെ ഏതാണ്ടായിരിക്കുമെന്ന് സംശയിച്ചു. അപ്പോൾ എൻ്റെ ബ്രദർ ഡോക്ടറുണ്ട്, അമ്മയ്ക്ക്. അവൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പരിചയമാണ്. അത് തുടങ്ങിയില്ല, ഓപ്പൺ ചെയ്തില്ല. എന്നാൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം വർക്ക് ചെയ്യുന്നു. നമുക്ക് അവിടെ പോകാം. ഇവിടെ വന്നു എല്ലാം നോക്കി വെച്ച് അങ്ങനെ എന്നോട് പറഞ്ഞു, തിരുമേനിയിടയ്ക്ക് ഇപ്പോൾ എന്നാണെന്ന് ഉള്ളത് ഒരു റിസൾട്ടൂടെ വരണം, ഞങ്ങൾ അയച്ചിട്ടുണ്ട്. അത് വന്നിട്ട് ഞാൻ ഡോക്ടർ എന്നുള്ള നിലയിൽ പറയും. എന്നാൽ എല്ലാ കാര്യവും തിരുമേനിയുടെ ബ്രദറിനറിയാം. അങ്ങനെ ഡോക്ടറാണ് എല്ലാം ഞാൻ പറയും. അങ്ങനെ എല്ലാം പറയും. ഞാനിങ്ങനെ സംശയങ്ങളൊന്നും പറയാൻ പാടില്ല. അവൻ അന്നേരം തന്നെ ബുക്ക് ചെയ്തു വെല്ലുവിളി. അതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയി. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് അതായത് ഏർലി ഡിറ്റക്ഷൻ 100%. അതാണ് നമ്മുടെ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതാണ്
അതൊരു വലിയ സംഗതിയായിരുന്നു. പിന്നെ വെല്ലുവിളി ഫെസിലിറ്റീസൊക്കെ ഉള്ളവരുമായിരുന്നു. ഇവനും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പറയുന്നത് ഏർലി ഡിറ്റക്ഷൻ നമുക്ക് എപ്പോഴും നമ്മൾ രണ്ട് മെച്ചം പറയും. ഒന്ന് നമ്മൾ പറയില്ല, നമ്മുടെ ക്യൂറിൻ്റെ ചാൻസ്, നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, നമുക്ക് പലപ്പോഴും പല ക്യാൻസറിലും നമ്മൾ ഏർലി ഡിറ്റക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അസുഖം വന്ന ഭാഗം മാത്രം മുറിച്ച് മാറ്റി നമുക്ക് ആളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. നമ്മൾ പലപ്പോഴും മിസ് ചെയ്യുന്നത് നമ്മൾ പറയുമ്പോൾ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ലേറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് പലരും. ഇത് ഏർലി ഡിറ്റക്ട് ചെയ്യും, അതിനുശേഷം പിന്നെ അവർ പുറകെ പോകും. അത് പലപ്പോഴും നമുക്ക് അപകടകാര്യം എന്ന് പറയാറുണ്ട്. അതിൻ്റെ മറ്റു പല മാർഗങ്ങളിലേക്കും തിരിഞ്ഞു പോകും. അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ക്യാൻസർ അത് നോക്കിയിട്ട് ഇച്ചിരി കൂടുതലാണെങ്കിൽ ഈ കൊച്ചാശുപത്രിയിലൊന്നും ട്രീറ്റ് ചെയ്യാതെ ഇരിക്കുന്നതില്ലേ നല്ലത്. 100%. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തൊരു ആശുപത്രിയിൽ പോയി ക്യാൻസർ ചികിത്സിക്കരുത്. കാരണം നമ്മൾ ചെയ്യരുത്. അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യത്തെ എടുക്കുന്ന ഒരു സ്റ്റെപ്പ് ഏറ്റവും പ്രധാനമാണ്. ആ ചികിത്സയുടെ ഞങ്ങൾ പറയും, ഒരു രോഗി രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ സാധ്യത ആദ്യമേ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ കയ്യിലായിരിക്കും. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ശരിയായ ദിശയിലല്ല പോയിരിക്കുന്നതെങ്കിൽ ബാക്കി എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൻ്റെ സീക്വൻസ്, അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ചാൻസസ് മുഴുവൻ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അവിടെ ശരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണെന്ന് പറയും. ഇപ്പോൾ എല്ലാവരും കൂടുകയാണേ വലിയ അടുത്ത് പോയാൽ മതിയെന്ന്. അതെ, അതാണ് ജനറലി എല്ലാവരും ട്രെൻഡാണ്. അതായത് നമുക്ക് ആദ്യമേ സ്റ്റേജിൽ അത് കുഴപ്പം പിടിച്ചതാ. ഒരു പക്ഷേ തിരുവേനിക്ക് എനിക്ക് ഈ അങ്ങനെ ഒരു കറക്റ്റ് ഡയഗ്നോസിസ് ആൻഡ് പ്രോംപ്റ്റ് ഡയഗ്നോസിസ് ഇൻ ദി പ്രോപ്പർ ടൈമും ചികിത്സയും അതുപോലെ പ്രോപ്പറായിട്ട് വന്നിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരിക്കലും അത് അറിയാതെ തന്നെ മുന്നോട്ട് പോയത് പറയാൻ കാരണം അതുകൊണ്ടാണ്. അങ്ങനെ ഈ ചെറിയ ആശുപത്രിയിലൊന്നും ഇത് അനുവദിക്കരുത്. അതുപോലെ ക്വാളിഫൈഡ് ഹാൻഡ്സ്, അതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് ചിലപ്പോൾ തിരുമേനിക്ക് എങ്ങനെ ഇത് കഴിഞ്ഞിട്ടും ഇത്ര പോലെ ഒരു പ്രശ്നമില്ല പോകുമ്പോഴൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിനോട് ഇപ്പം നിയമം കൊണ്ട് അത് ഇന്ന രോഗിയായിട്ട് എന്നൊക്കെ പറയാൻ നോക്കുകയില്ലായിരിക്കും. എന്നാൽ അതിന് ആശുപത്രികളോട് പറയണം. അതേപോലെയാണ് നിങ്ങൾക്ക് ഫെസിലിറ്റീസ് ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തെങ്കിൽ എന്നിട്ട് ആളുകളാണെങ്കിൽ നിങ്ങളെ ഗിൽറ്റി ആകും. അതെ, അതേപോലെ അപകടമാണ് നമ്മൾ പറയില്ലേ, ഏത് ക്യാൻസർ രോഗിയെ വേണമെങ്കിൽ ആർക്കും ചികിത്സിക്കാം. അത് അലോപ്പതി മാത്രമല്ല, നമുക്ക് ചികിത്സയില്ലാത്തവരും ഇതിനെക്കുറിച്ച് യാതൊരു വൈദഗ്ധ്യമില്ലാത്തവരൊക്കെ മറ്റു മേഖലയിലൊക്കെ ഈ പേഷ്യൻറ്റിനെ കുറേ നാൾ കൊണ്ട് നടക്കും. നമുക്ക് ഏറ്റവും സങ്കടം തോന്നുന്ന അവസ്ഥ ഇതാണ്. അതായത് നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്, അവർക്ക് ഇതിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും ഇതുപോലെ മറ്റു സ്ഥലങ്ങളിൽ പോയി എന്ന് പറഞ്ഞ് അതിനൊരു പ്രയാസം. നിങ്ങളുടെ അവിടെ വന്നൊന്ന് ട്രീറ്റ് ചെയ്തേച്ച് പോരണമെങ്കിൽ ഇതിൻ്റെ മരുന്നിനൊക്കെ വലിയ വിലയൊക്കെ ഉള്ളതായതുകൊണ്ട് ചിലവ്. പക്ഷെ അതിന് നമുക്ക് എല്ലാ സംവിധാനം ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മൾ ആ ഒരു ഭാഗം ഇപ്പം ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, നമുക്ക് സാധാരണ ഞാനൊക്കെ വഴക്കില്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് മിക്കവാറും എല്ലാ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ കാണും, സഹായിക്കുന്ന ആൾക്കാർ കാണും. അവർ തീർച്ചയായും ആ ചെലവിൻ്റെ പാർട്ട് അവർ മീറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധ്യതയുള്ളൊരു ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 100% നമ്മൾ പറയും നമ്മളെ സപ്പോർട്ട് ചെയ്യും. ട്രീറ്റ്മെൻറ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ടെന്ന് പറയും അതിനകത്ത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം പറയട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കേരളത്തിലുള്ള വലിയ ഡോക്ടർമാർ, നിങ്ങൾ നമ്മുടെ മെഡിക്കൽ മന്ത്രി, മുഖ്യമന്ത്രി, പിന്നെ 3-4 പണക്കാർ കൂടി ഇതിന് അവർ റെസ്പോൺസ് ടു ക്യാൻസർ. അതെ, എൻ്റെ അഭിപ്രായം ഞാൻ മന്ത്രിയോട് പറഞ്ഞു, ചികിത്സിക്കപ്പെടാതെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് മരിക്കുകയാണെങ്കിൽ മന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ. അതെ, തീർച്ചയായിട്ടും അതെ. പക്ഷെ അതേപോലത്തെ വേറൊരു പദ്ധതി തിരുമേനി ഞാൻ പറയാറുണ്ട്, നമ്മളെപ്പോഴും ഈ ചികിത്സയെക്കുറിച്ച് മാത്രമല്ലേ പറയാറുള്ളൂ. നമുക്കതിന് മുമ്പിലത്തെ 2 പ്രധാനപ്പെട്ട പടികൾ നമ്മൾ എന്നും മറന്നുപോകും. അതായത് നമ്മളെ തടയാൻ സാധിക്കുന്ന ക്യാൻസർ തടയാനുള്ള മാർഗ്ഗങ്ങളോ പ്രാരംഭ ദശയിൽ കണ്ടെത്താൻ. ഇപ്പോൾ തിരുമേനി രക്ഷപ്പെടാനുള്ള കാര്യം തിരുമേനി പ്രാരംഭ ദശയിൽ കണ്ടുപിടിച്ചുകൊണ്ടാണ്.
അപ്പോൾ നമ്മളെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസറുകളുണ്ട് ധാരാളം. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗരേഖകളോ അല്ലെങ്കിൽ അതിനുള്ള ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എൻ്റെ ഹോസ്പിറ്റലിൽ വന്നെന്ന് വിചാരിക്കും, വന്നു ഞങ്ങൾക്കതിനുള്ള സൗകര്യമില്ല. അന്നേരം നമ്മളോട് അതിനെ റെക്കമെൻഡ്. അതെ, എന്നുവെച്ചാൽ 4 ദിവസം കഴിയുമ്പം ഇത് കൂടുതൽ വിഷമമാകും. അതെ, അത് എല്ലാ വിഭാഗത്തിലും ചെയ്യേണ്ടതാണ്. അപ്പം ഞാൻ അത് ആശുപത്രിക്കാരെ റൂളായിട്ട് വെക്കണം. അതെ, ഞാൻ പലപ്പോഴും ഈ ആയുർവേദക്കാർക്ക് ഞാൻ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, അതായത് ആയുർവേദം പഠിക്കുമ്പോഴും അവർ അറിഞ്ഞിരിക്കണം, അതായത് ഏതൊക്കെ ക്യാൻസറുകൾക്ക് അലോപ്പതിയിൽ ചികിത്സ ഉണ്ടെന്നുള്ള കാര്യം അവർ അറിഞ്ഞിരിക്കണം. പക്ഷെ അതേ സമയത്ത് തന്നെ ഒരു അസുഖം ഉള്ള രോഗിയെ കണ്ടു കഴിഞ്ഞാൽ അത് ക്യാൻസർ ആണ് എന്ന് കണ്ടുപിടിച്ച് ആ ഡോക്ടറെ അടുത്തേക്ക് വിടാൻ, ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടാനുള്ള ഒരു പ്രാഗൽഭ്യം അവരുണ്ടാകണം, ഒരു ആയുർവേദ ഡോക്ടറെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ പറയും, ഒരു രോഗിയെ ചികിത്സിക്കുന്ന പോലെ തന്നെ പ്രധാനമാണ് ആ രോഗിയെ നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി നിങ്ങൾ ചികിത്സിക്കുക, അവിടെ നിങ്ങൾക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് തിരുമേനി പറഞ്ഞത്. അതും ഈക്വലി ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ നമ്മളടുത്ത് ഒരു കാർഡിയോളജി പ്രോബ്ലമായിട്ട് രോഗി വരികയാണെങ്കിൽ അത് കാർഡിയോളജി പ്രോബ്ലമാണ് തിരിച്ചറിഞ്ഞ് ഞാൻ കാർഡിയോളജിസ്റ്റിനെ റെഫർ ചെയ്താൽ ഞാൻ ചികിത്സിക്കാനും തുല്യമായിട്ടുള്ള ഇതാണത്, അല്ലേ? അത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ആ ഒരു ലൈൻ ഓഫ് അപ്രോച്ചും കൊണ്ട് ഞാൻ പറയാം എല്ലാവരും എല്ലാ വിഭാഗത്തിലും മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് പറയും. ഈ ക്യാൻസർ എന്ന് പറയുന്നത് കുഴപ്പമുള്ള സുഖക്കേടല്ല, ട്രീറ്റ് ചെയ്ത സുഖമാണ്. പക്ഷേ ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് വേണ്ട വിധത്തിൽ വേണ്ട സ്ഥലത്ത് ട്രീറ്റ്മെന്റ് കിട്ടണം, അല്ല? അതാണ് അതിന്റെ ബേസിക്. അതിനൊരു സംഗതി ഇൻകോമ്പിറ്റന്റ്. ഇപ്പം ഞാൻ ഓപ്പറേറ്റ് ചെയ്താൽ അത് കുറ്റകരമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ ക്യാൻസർ എന്നൊരാൾ, അതുകൊണ്ട് മറ്റുള്ള എല്ലാ രോഗങ്ങളിലും ഡോക്ടർ സ്പെഷ്യലിസ്റ്റ് അല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അതിന് തിരുമേനി വലിയ ഒരു പ്രധാന പ്രശ്നം പലപ്പോഴും തോന്നുന്നതെന്നറിയോ? നമ്മൾ പറയാറുണ്ട്, അതായത് ഞങ്ങളെപ്പോഴും ഈ ക്ലാസ്സൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, അതായത് ക്യാൻസർ രോഗം മൂലം മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്യാൻസർ രോഗികളെ ചികിത്സിച്ചുകൊണ്ട് സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ക്യാൻസർ രോഗത്തിന് അപ്പം അങ്ങനെ അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതൽ മരിക്കുന്ന രോഗികളെക്കാൾ ചികിത്സിച്ചുകൊണ്ട് സുഖമായിട്ട് ജീവിക്കുന്നത്. അതായത് ക്യാൻസർ രോഗിന് സുഖമായിട്ട് ജീവിക്കുകയല്ല, ഈ ചികിത്സിക്കുന്ന ആൾക്കാർ അവരാരും ക്വാളിഫൈഡും ആയിരിക്കില്ല, ഡോക്ടേഴ്സ് ആയിരിക്കില്ല. പക്ഷേ ഏത് ചികിത്സയും നമ്മളിപ്പോൾ എല്ലാ പ്രയോഗങ്ങളും ഉണ്ട്, എല്ലാ പ്രയോഗങ്ങളും ക്യാൻസറിലുണ്ട്. കാരണം ജനം അങ്ങനെ എവിടെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് പിടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ആ വീക്ക് പോയിന്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എളുപ്പം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ആണെങ്കിൽ ഞങ്ങൾ പറയും, ഞങ്ങൾ ഒ പിയിൽ ഇരിക്കുന്ന സമയത്ത് ഒ പിയിൽ തന്നെ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന ഒരു ഏജൻസ് അവിടെ വന്നിരിപ്പുണ്ട്. അപ്പോൾ അവരൊരു 10-15 മിനിറ്റ് സംസാരിക്കും, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾ അവിടെ ഞങ്ങൾ ഉടനെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാർ ധാരാളം ഉണ്ട്. അതിന് ഒരു വലിയൊരു പ്രശ്നങ്ങൾ തന്നെയാണ്. അത് ഞാനതിന് പറഞ്ഞത്, നമ്മൾ ഫണ്ട് ഉണ്ടാക്കണം. ഈ ഒരു ബിലോ പോവർട്ടി ലൈൻ ആളുകൾക്ക് ഫണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കും. ഫണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ വേറെ കാര്യങ്ങൾ പറയാറുണ്ട്. നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പള്ളികളുണ്ട്, അമ്പലങ്ങളുണ്ട്, നമുക്ക് ധാരാളം ക്ലബ്ബുകളുണ്ട്, റെസിഡൻറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഒരു ക്ഷാമമില്ല. ഇവരൊക്കെ ക്രിസ്മസ് നടത്തുന്നു, ഇവരൊക്കെ ഓണം ആഘോഷിക്കുന്നു, അവർക്കൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. അവർക്കൊക്കെ ചെറിയൊരു ഫണ്ട് ഇങ്ങനത്തെ വേണ്ടി മാറ്റി വയ്ക്കാവുന്നതാണ്. എന്നോട് ആരോട് പറഞ്ഞു, സായിബാബയുടെ ആശുപത്രി ഫീസില്ല. അതെ, അതുപോലെ ആക്കണം നമ്മൾ. അതുപോലെ അതായത് ചില ആശുപത്രികൾ അവിടെ ചെന്ന് കോമ്പിറ്റൻ്റ് ഡോക്ടേഴ്സും ഫീസ് വളരെ കുറച്ച്. അതെ, അതൊക്കെ നമുക്കൊരു അത് ഒരു ഗവൺമെൻറ് ആക്ഷനും കൂടെ വേണം. അതെ, ഗവൺമെൻറ് സപ്പോർട്ടോട് കൂടെ എനിക്ക് തോന്നുന്ന എല്ലാ തരത്തിലും വരുന്ന ആൾക്കാർക്ക് അതിൽ വരാവുന്ന കാര്യങ്ങളാണ്. രണ്ടാമത് ഇതുണ്ടാകുന്നതിന് വേറെ പ്രധാന മറ്റു വല്ല കാരണമുണ്ടോ അതിനെ ചെയ്യാം. അതിൽ നമ്മൾ നോക്കണം. നമ്മൾ കാരണങ്ങൾക്ക് വെച്ചാൽ നമ്മളിവിടെ എല്ലാം പറയാറുണ്ട്, അതായത് നമുക്ക് എല്ലാ ക്യാൻസറിനും എല്ലാ കാരണങ്ങളും നമ്മൾ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെയും. പക്ഷെ നമുക്ക് കേരളത്തിലെ ക്യാൻസറിൽ നമുക്ക് നല്ലൊരു ശതമാനം നമ്മുടെ ജീവിതശൈലി നമ്മളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.
അതിലെ 3 കാര്യങ്ങൾ ഞങ്ങൾ എടുത്തെടുത്ത് പറയും. അതായത് ഒരെണ്ണം പുകയിലയുടെ ഉപയോഗവും മദ്യപാനവും അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ആഹാര രീതികൾ. ഈ 3 കാര്യങ്ങൾ നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല കേരളത്തിൽ. കാരണം നമ്മൾ കാണുന്ന ക്യാൻസർ ചിത്രം അങ്ങനെയാണ്. നമുക്കിവിടെ പുരുഷന്മാരെടുക്കുകയാണെങ്കിൽ ഒരു 50% പുകയിലുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസറാണ്. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ 3-4 ഡോക്ടേഴ്സ് കൂടി ഇങ്ങനെ ഒന്ന് പ്രിവെൻറ്റീവ്, 2 വന്നാലുള്ള ഇമ്മീഡിയറ്റ് ആക്ഷൻ, പിന്നെ പണം അതിന് പണം ഉണ്ടാക്കണം. നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം ചെയ്യുന്നത് നമ്മൾ പറയില്ല, നമ്മൾ ചെയ്യാൻ ഇത് മനസ്സിലാക്കേണ്ട ഏറ്റവും നല്ല നമ്മൾ പറയും കോളേജ് സ്റ്റുഡൻസും സ്കൂളിലെ കോളേജ് ആ ലെവലിലാണ്. അങ്ങനെ ആ ലെവലിൽ നമ്മളിത് മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അടുത്ത തലമുറയ്ക്കെങ്കിലും ഇത് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. ഇങ്ങനെ കാര്യങ്ങളാണ് ഞങ്ങൾ തുടങ്ങുന്നത് അതിൽ തന്നെ. നമ്മളിപ്പം കവർ ചെയ്യുന്നത് മുഴുവൻ എനിക്കറിയാം. നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ സർഗക്ഷേത്രയില്ലേ, സർഗക്ഷേത്രയും അതുപോലെ മേളം, ദീപിക പത്രം, കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഓൾ കേരള ബേസിൽ ക്യാപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതുപോലെ കോളേജസിലെ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ കവർ ചെയ്ത് പോവാണ് കേരളം മുഴുവൻ. ഞാനൊരു കഴിഞ്ഞ ആഴ്ച ഞാൻ പെരാവൂരായിരുന്നു, കണ്ണൂരായിരുന്നു, ദിവസം ക്ലാസ് എടുക്കാൻ പോയിട്ട് പോലെ. അങ്ങനെ ഒരു ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എനിക്കൊന്ന് വരും തലമുറയിൽ നമുക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും, നല്ലപോലെ വ്യത്യാസം വരുത്താൻ സാധിക്കും. അപ്പോൾ അതുമാത്രമല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതായത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയേ മതിയാവും. നമ്മുടെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്ത് നമ്മൾ 2ാം ലോകമായതും ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ നമ്മുടെ ശരീരവും നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണ്ടേ? അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാ വർഷവും എല്ലാ കുട്ടികളെയും മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഓരോരോ നമ്മുടെ എൻട്രി പോയിന്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ജോലിക്ക് ചേരാൻ പോകുന്നു, അല്ലെങ്കിൽ കോളേജിൽ അവിടെയൊക്കെ ആ പോയിന്റിലൊക്കെ നമുക്ക് ഈ കമ്പൽസറി ആയിട്ട് ഇന്ന സ്ക്രീനിങ് പ്രോഗ്രാംസ് വെച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യണം. അവിടെ ആ വരുന്ന ആൾക്കത് പേ ചെയ്യാനും പറ്റുന്നില്ലെങ്കിൽ ആ സ്ഥാപനം അത് പേ ചെയ്യാൻ സമുദായം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഉണ്ടാക്കണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സ്ക്രീനിങ് പ്രോഗ്രാംസ് നടന്നു പോകും. നമ്മളിപ്പോൾ അതൊന്നുമില്ല. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ബ്രസ്റ്റ് ക്യാൻസർ മന്ത് ആണെങ്കിൽ ആ മാസം കുറച്ച് സ്ക്രീനിങ് നടക്കും, പിന്നെ അടുത്ത വർഷം ആ സമയം വരെ വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ നമുക്കൊരു പ്ലാൻഡ് പ്രോഗ്രാം ഇല്ല. നിങ്ങൾ പറഞ്ഞ ഒരു പ്ലാൻഡ് പ്രോഗ്രാം ഇല്ല. അതായിരിക്കും ശരിക്കും നമ്മുടെ ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വരുമ്പോഴത്തേക്കും ചെയ്യുകയാണെങ്കിൽ ഒരു 20 വർഷം 25 വർഷം കഴിയുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന റിസൾട്ട് ഇതായിരിക്കില്ല, വ്യത്യാസം കാണും. പിന്നെ അതുപോലെ എനിക്കൊരു കാര്യം തോന്നുന്നത്, ഇപ്പോൾ നമ്മളെപ്പോഴും പറയില്ല, എപ്പോഴും ഈ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ പ്രധാനമാണ് നമ്മൾ പറയും, അതായത് രോഗിയുടെ ആത്മബലം എന്ന് പറയും, അല്ലെങ്കിൽ മനോബലം എന്ന് പറയും. നമ്മൾ ആ ഒരു പോസിറ്റീവ് തിങ്ക്, ഇച്ഛാശക്തിയൊക്കെ പറയുമല്ലോ, അത് എനിക്ക് ഭയങ്കര പോയിൻ്റായിട്ട് തോന്നാറില്ലേ? നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്ന പലർക്കും അതാണ് തോന്നാറില്ലേ അല്ലേ? ഈ പലപ്പോഴും ഞാൻ എപ്പോഴും പറയണം, പക്ഷേ ഇന്നസെൻറ്റും തിരുമേനിക്കൊക്കെയുള്ള ഏറ്റവും വലിയ പോകുന്നത് ഇന്ന് ക്യാൻസറാന്ന് പറയാൻ നാളെ രാവിലെ തന്നെ ഞങ്ങൾ പറയാൻ തയ്യാറാണ്, പബ്ലിക്കിനോട് പറയാൻ തയ്യാറാണ്. അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലുള്ള കുറേ പ്രശ്നങ്ങൾ മാറുക. നമ്മളിത് മറച്ചു വയ്ക്കാൻ തോന്നുന്നതും നമുക്ക് ആ ടെൻഷൻ ഒക്കെ ഇങ്ങനെ മൗണ്ടപ്പ് ചെയ്യും. എന്താ മറ്റൊരാൾ നുണ പറയണം. പലപ്പോഴും പല പേഷ്യൻസും സങ്കടം പറയും, അതായത് അമ്മ പറഞ്ഞിട്ടുണ്ട് ആരോടും പറയരുത്. അപ്പം കുട്ടിക്ക് ഒന്നും എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല. അവളൊക്കെ ഒരു കല്യാണത്തിന് പോയിരിക്കുന്നത് എന്താ കല്യാണത്തിന് വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ വേറെ നുണ പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്താണ് വരുന്നത് അവൾ നുണ പറയേണ്ടി വരും. അങ്ങനെ ടെൻഷൻ മൗണ്ടപ്പ് ചെയ്യാണ്. അപ്പോൾ അത് പലപ്പോഴും നമ്മൾ തോന്നാറുണ്ട്, അത് നമ്മൾ സമൂഹം അറിയണം. അപ്പോൾ സമൂഹം അറിഞ്ഞാലത്തെ പ്രശ്നം സമൂഹത്തിലുള്ള ഇതിൻ്റെ സ്റ്റിഗ്മയാണ്. അതായത് ഇന്നും ഞങ്ങൾ പറയാറുണ്ട്, അതായത് നമ്മുടെ അമ്മയ്ക്ക് ക്യാൻസർ ആണെങ്കിൽ മകളുടെ വിവാഹം നടക്കില്ല. അമ്മയ്ക്ക് ക്യാൻസർ ആണെങ്കിൽ മകളുടെ വിവാഹം നടക്കില്ല. പലപ്പോഴും പല ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസ് നമ്മളടുത്ത് വന്ന് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാലും അവർ പറയും ഞങ്ങളൊരു 4 മാസം 5 മാസം കഴിഞ്ഞ് വരാം, കാരണം ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകളുടെ കല്യാണം നടക്കില്ല, എൻ്റെ മലയാളം കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് പോകും. അപ്പം അതൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ക്യാൻസറാണ്. തിരുമേനിയുടെ അഭിപ്രായം അതൊക്കെ നമ്മൾ മനസ്സിലായി. അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. തിരുമേനിയൊക്കെ നമുക്ക് ഈ മനോബലം എന്ന് പറയുന്നത് നമ്മുടെ ഇച്ഛാശക്തി ഇല്ലാത്തതൊക്കെ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നതുകൊണ്ടാണ്. അതൊക്കെ എനിക്കൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ആ സമൂഹത്തിനെ കുറിച്ചുള്ള ഒരു ചിന്താഗതിക്ക് വ്യത്യാസം വരും ഇതിനെക്കുറിച്ചുള്ള. അവിടെയാണ് എനിക്കൊന്ന് തിരുമേനിയൊക്കെ ഞങ്ങളെപ്പോഴും കാണിക്കാം, തിരുമേനിയൊക്കെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കാണിക്കാറുണ്ട്. അത് കാണിക്കുമ്പോൾ തോന്നാറുണ്ട്, യെസ് ഇന്നസെൻറ്റ് ഞാൻ പറയാറുണ്ട്, ഇന്നസെൻറ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ എപ്പോഴേ പറയും ഇങ്ങനെ വേണം എന്ന് പറയാറുണ്ട്. മിനിഞ്ഞാന്ന് ഇതുപോലെ ഞങ്ങൾ
ആലപ്പുഴ SD കോളേജിൽ ആ ഇതുപോലെ ഒരു NSSൻ്റെ കൂടെ ചേർന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് 3 പെൺകുട്ടികൾ അവിടെ വെച്ച് തന്നെ ഈ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഒരു മുടി മുറിച്ച് വിഗ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു ക്യാൻസർ പേഷ്യൻസിന്. അപ്പോൾ ഞാൻ തിരുമേനി ഒന്ന് കോട്ട് ചെയ്തു. ജോയ് കുളനടയുടെ ഒരു കാർട്ടൂൺ ഉണ്ടല്ലോ അല്ലേ, തിരുമേനിയായിട്ട് സംസാരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡോക്ടർ വന്ന് തിരുമേനിയോട് മരുന്ന് എടുക്കുകയാണെങ്കിൽ മുടി പോകുമെന്ന് പറയുന്നതും തിരുമേനി പറഞ്ഞു മുടി പോയാലും കുഴപ്പമില്ല, കഴുത്തിന് മുകളിലുള്ള ബാക്കി ഭാഗം ഇരുന്നാൽ മതി എന്ന് പറഞ്ഞുള്ള ഒരു കാർട്ടൂൺ, ജോയ് വരച്ചൊരു കാർട്ടൂൺ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തിരുമേനിയുടെ ആ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറയും മുടി കൊടുക്കുക എന്നുള്ളതല്ല പ്രധാനം, പക്ഷെ മുടി കൊടുക്കാനുള്ള മനസ്സുണ്ടാകുന്നുള്ള ഏറ്റവും പ്രധാനം. അപ്പോൾ അങ്ങനെ 3 കുട്ടികളാണ് നാളെ ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു സമൂഹം ഏറ്റെടുത്ത് നടത്തുന്ന ചികിത്സയാണ്. ഇതിനുവേണ്ടി പറഞ്ഞ ഡോക്ടറും നേഴ്സും ഒക്കെ അല്ല, ഒരു സൊസൈറ്റി, ഒരു സമൂഹം ആ രോഗിയെ ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ ആ രോഗി രക്ഷപ്പെടും. അതായത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ ചില സീരിയസ് കേടുകൾക്ക് സംഭാവന കൊടുക്കണം. കൊടുത്തത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു രോഗി വരികയാണെങ്കിൽ ആ രോഗിയെ നമ്മൾ ആ ചുറ്റുവട്ടമുള്ള സമൂഹം ഏറ്റെടുത്ത് ആ രോഗിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ എക്സെപ്റ്റ് ഒരു വലിയ പണക്കാരന് വയ്ക്കും, അതിൻ്റെ ചിലവ് ഗവൺമെൻറ് കൊടുക്കണം. അതെ, എല്ലാ രാജ്യത്തും എങ്ങനെയാണ്, മറ്റു പല രാജ്യങ്ങളും നമുക്ക് ഈ ബോർഡർ ലൈനിലുള്ള ആളിനും പ്രയാസമാണ്. അതെ, ഏറ്റവും പ്രയാസം തിരുവനന്തപുരം പറഞ്ഞ ബോർഡർ ലൈനാണ്. ഞങ്ങൾ എപ്പോഴും പറയാം ഈ ഇൻകം ടാക്സ് പോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാർക്കും ഒരു ടാക്സ് കൊടുക്കണം. മെഡിക്കൽ തിരുവനന്തപുരം പറയാൻ 100% ശരി. നമ്മൾ പറയാം ഈ ധാരാളം പണം കിട്ടും. അതുപോലെ ചികിത്സയിലെ ചെലവിൻ്റെ ഒരു പ്രധാന തീരുമാനമെടുക്കേണ്ട വ്യക്തി ചികിത്സിക്കുന്ന ഡോക്ടറായിരിക്കും. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതായത് ഇപ്പം നമ്മൾ പാലിയേറ്റീവ് കെയർ മാത്രം വേണമെങ്കിൽ, നമുക്കൊരു സാന്ത്വന ചികിത്സ മാത്രമേ ആവശ്യമുള്ളെങ്കിൽ ആ രോഗിയെ നമ്മൾ പറയും ഒരു കാരണവശാലും നമ്മൾ വില കൂടിയ മരുന്ന് കൊടുത്താൽ കുടുംബം പാപ്പരാക്കരുതെന്ന് പറയും. അതേപോലെ അതേ സമയത്ത് നമുക്ക് ചികിത്സ ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു രോഗിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എത്ര പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വി ഹാഡ് ടു ഫൈൻഡ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആ ലെവലിലുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതുപോലെ പ്രധാനമാണ് ഒരു കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയണ്ട, അതായത് ഒരു ഡോക്ടർ, പ്രത്യേകിച്ച് ഒരു ഓങ്കോളജിസ്റ്റ് തീരുമാനമെടുത്ത് എനിക്കിന്നൊരു രോഗിയെ ചികിത്സിക്കണമെന്ന് തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഒരു പ്രതിബന്ധങ്ങളും എൻ്റെ മുമ്പിൽ ഉണ്ടാവില്ല, എനിക്ക് 100% ആ രോഗിയെ സഹായിക്കാൻ സാധിക്കും. കാരണം നമുക്കതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കൊക്കെ. അതുപോലെ ചികിത്സയുടെ ഈ സമയത്തൊക്കെ തിരുമേനിയുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് എന്താ ഇതിൽ പ്രത്യേകിച്ചും നമുക്ക് ദൈവവിശ്വാസം, നമ്മളെ യോഗ, മെഡിറ്റേഷനൊക്കെ പറയുമല്ലോ. അപ്പം ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, അതായത് നമുക്ക് ആ രോഗിയുടെ ഇച്ഛാശക്തി വളർത്തിയെടുക്കാനായിട്ട് ഇതൊക്കെ വളരെ ആവശ്യം ഞങ്ങൾ പറയാറുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടെ പറയും, അതായത് ക്യാൻസർ വന്നൊരു രോഗി പോയി പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ക്യാൻസർ മാറും എന്നൊക്കെ വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണെന്ന് പറയപ്പെടും. പ്രാർത്ഥന വേണം. അതായത് അത് പോയെന്നതിൻ്റെ കാര്യം പെന്തിക്കോസ്തുകാരൊക്കെ ആയിരുന്നു പ്രാർത്ഥിച്ച, അവരും ഇപ്പം ആശുപത്രി വരുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു ലീഡർഷിപ്പ് എടുക്കാമെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിനെ കൂട്ടി ഒരു റെസ്പോൺസിബിൾ ബോഡി ഫണ്ട് ചെയ്യണം. ഫണ്ട് ഒരു ആശുപത്രിക്കല്ല, പബ്ലിക്കിന്. അല്ല, അത് ശരിക്കും നമ്മൾ വരേണ്ട ഒരു കാര്യം തന്നെയാണത്, സംശയമൊന്നുമില്ല, വരേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പല തരത്തിലുള്ള ആൾക്കാരിൽ ഇടപെട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ, ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിൽ ഏറ്റവും പ്രയാസം ഇവന് പറഞ്ഞ പോലെ തന്നെ ഇടത്തരക്കാർക്കാണ്. കാരണം ഏറ്റവും പൈസ ഉള്ളവർക്ക് എവിടെ വേണേൽ ചികിത്സ എടുക്കാം, അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ താഴ്ത്തിട്ട് നിൽക്കുന്നവർക്ക് മിക്കവാറും എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ കാണും, അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പോകാം. പക്ഷേ ഇടത്തരക്കാർക്കാണ് ഏറ്റവും വലിയ പ്രയാസം. കാരണം അവർക്ക് ഇടത്തട്ടുകാർക്കാണ്, അവർക്ക് അപ്പുറത്തേക്കും പോകാൻ സാധിക്കില്ല, ഇപ്പുറത്തേക്കും പോകാൻ സാധിക്കില്ല. അതെ എൻ്റെ അടുത്ത ഒരു നെയ്ബർ, അയാൾക്ക് ചോദിക്കാൻ തണ്ടാലും വയ്യ. അതെ, അതാണ് അവരാണ് ഏറ്റവും സഫറിങ് ആയിട്ടുള്ള ആൾക്കാർ. അയാളോട് ഞാൻ പറഞ്ഞു ഞാൻ തണ്ട, ഞാൻ തെറ്റി. അങ്ങനെ ഞങ്ങൾ ചെയ്യാറുണ്ട്, ഞങ്ങൾ പലപ്പോഴും പലർക്കും വേണ്ടി പോകാറുണ്ട് ഇതുപോലെ. നമ്മൾ ചെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു താൻ ഇവിടെ ഇരിക്കണം, താൻ തണ്ടാൻ പോകണം.
തണ്ടാൻ കൂടും. എനിക്ക് വേറെ ജോലി ചെയ്ത് ഞാൻ തണ്ടാവുന്നു. ഇതേപോലെ പലപ്പോഴും തണ്ടേണ്ടി വരുന്നത് പലർക്കും ഈ ചികിത്സ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ചികിത്സ കഴിഞ്ഞ് തിരികെ ജീവിതത്തിലേക്ക് വരുന്ന ആൾക്കാർ, അവർക്ക് രണ്ടാമത് തിരികെ ജീവിതം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ പ്രധാനമാണ്. പലർക്കും ഞങ്ങൾ പറയാറുണ്ട്, ഇവിടെ നമുക്ക് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ബ്ലഡ് ക്യാൻസർ മാറി അസുഖമൊക്കെ മാറി സുഖമായിരിക്കുന്ന കുട്ടിക്ക് സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കില്ല. സ്കൂളിലെ അപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ചിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് അമ്മ കുട്ടിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ആ മൊമെൻറ്റിൽ അപ്ലിക്കേഷൻ ഫോം തിരിച്ചു വാങ്ങിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന സമയത്ത് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ക്യാൻസർ ആയിരുന്നു ക്യാൻസർ എന്ന് പറഞ്ഞാൽ പണ്ടായിരുന്നു, ഇപ്പോഴൊന്നുമല്ല, ആയിരുന്നു എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് തന്നെ ജോലി നിഷേധിക്കപ്പെടാറുണ്ട്. അവർ കൊടുത്തിരിക്കണം. ഞാൻ എപ്പോഴും പറയാം, നമുക്ക് ഇവർ ശരിക്കും നമ്മൾ റിസർവേഷൻ കൊടുക്കണം. റിസർവേഷൻ, കാരണം റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരുന്ന ആൾക്കാർക്ക് ശരിക്കും അവർക്ക് കോട്ട വെച്ച് കൊടുക്കണമെന്ന് ഞാൻ പറയാറുള്ളൂ. കാരണം അവർ അത്ര ഇതായിട്ട് വന്ന ആൾക്കാരല്ലേ. പക്ഷെ അതിന് പകരം പലപ്പോഴും സംഭവിക്കുന്നതാണ്, ചികിത്സ കഴിഞ്ഞ് തിരികെ വരുന്നവരൊക്കെ സമൂഹം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം. കാരണം അവരൊക്കെ ആരും രോഗികളായിട്ട് കാണുന്നത് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഒത്തിരി പേര് ഈ സിനിമാക്കാരൊക്കെ പണമുള്ളവരുണ്ട്, അവർ കൊടുക്കുന്നുമുണ്ട്. പക്ഷെ വേണ്ട ആളുകൾക്കാണോ കൊടുക്കുന്നത് അതറിയാം. അത് ഒരു പോയിന്റ് വെച്ചാണ്. പക്ഷെ നമ്മൾ പറയുന്നത് വേണ്ട ആൾക്ക് വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് കിട്ടിയെങ്കിലേ കാര്യമുള്ളൂ, അല്ലാതെ കാര്യമില്ല. നമ്മൾ പറയുന്ന രൂപയുടെ വില 10 രൂപയുടെ വില 2 പേർക്ക് 2 വിധത്തിലായിരിക്കും പറയാറുണ്ടല്ലോ. ആവശ്യക്കാരന് 10 രൂപയുടെ വില 1 ലക്ഷം രൂപയുടെ വിലയുടെ തുല്യമായിരിക്കും പലപ്പോഴും. പക്ഷെ അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ ഇത് പോയി കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്നത് കിട്ടേണ്ട സ്ഥലത്ത് കിട്ടുന്നില്ലെന്ന് പലപ്പോഴും പറയാറുണ്ട്. അത് എങ്ങനെയെങ്കിലും നമുക്കിതൊന്ന് പിടിച്ചു നിർത്താൻ സാധിക്കണം. അതിനെ പബ്ലിക്കിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് വരണം. പബ്ലിക്കിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വല്ല സർക്കാരും അതിനായിട്ടുള്ള പദ്ധതികളുമായിട്ടൊക്കെ വന്ന് ഇതുപോലെ ഒരുമിച്ചിരുന്ന ഒരു ഡിസ്കഷനിൽ കൂടെ മാത്രമേ നടക്കുകയുള്ളൂ. പിന്നെ ഈ രോഗത്തെ പറ്റി അതെന്തുകൊണ്ടുണ്ടാകുന്നു അത് പറയാൻ അറിയാമെങ്കിൽ അതിന് എന്താ ചെയ്യേണ്ടത്, അതിന് ഓപ്പറേഷൻ വേണ്ടിയൊക്കെ അത് ചെയ്യണം. അങ്ങനെ പറഞ്ഞൊരു പുസ്തകം ഉണ്ടാക്കി പകുതി വിലയ്ക്ക് വിൽക്കണം. ലാഭമൊന്നും ഉള്ളത് മാത്രമല്ല, അവരുടെ ചെലവിൽ. അങ്ങനെ ഒരു 3-4 സജഷൻസ് രൂപ കളക്ട് ചെയ്യണം. പലരും നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് തീർച്ചയായും അത് എനിക്ക് വന്ന ഒരു പരിധി വരെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ തിരിഞ്ഞ് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു 25 വർഷം മുമ്പ് ഞാനൊരു പക്ഷേ എൻ്റെ പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് ചിത്രമല്ല അപ്പോഴും അതിനേക്കാളൊക്കെ വളരെയധികം മെച്ചമുണ്ട്. അന്ന് ഈ ഒരിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല സ്കൂളുകളിലും ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ക്ലാസ് എടുക്കാൻ സമ്മതിക്കാറില്ല. അവർ പറഞ്ഞ് ഞങ്ങളുടെ പോർഷൻ തീർക്കണം എന്ന് പറയാറില്ല. പലരും ഇപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഒരു ഇതായിട്ട് തോന്നാറുണ്ട്. അതായത് അവയർനെസ് കുറെ കൂടെ ആൾക്കാർക്ക് വേണമെന്ന് തോന്നുന്ന ഒരു ചിന്താഗതിയുണ്ട്. അത് തോന്നുന്നുണ്ട് നല്ലപോലെ. ഒരു നിങ്ങൾ പോയൊരു പ്രസംഗം പറയും, പ്രസംഗം ഞാൻ പറഞ്ഞാൽ ക്ലാസ് എടുക്കും, അവരെ പണമില്ല. ഇപ്പം വെല്ലൂരി അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം, ഞങ്ങളെ കുമ്പനാട്ട് വന്നാൽ 120 രൂപ കൊടുത്താൽ മതി. അതുകൊണ്ട് വന്നതുകൊണ്ടും പോയതുകൊണ്ടും ഒരു ഗുണവുമില്ല, മനസ്സിലായോ? പക്ഷേ 120 മരുന്നുകൊണ്ട് ഞങ്ങൾ അവിടെ പോകും. Much we create a situation where this should be treated. അതിനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കി കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഡോക്ടറെ ഒരു ദിവസം ശരാശരി എത്ര മണിക്കൂർ ജോലി ചെയ്യും? ഞാൻ ഏകദേശം ഒരു 16-17 മണിക്കൂർ ജോലി ചെയ്യും എല്ലാ ദിവസവും. ഇത് എല്ലാ ദിവസവും ഞായറാഴ്ച അടക്കം. ഇത് ഞങ്ങളെ ചതിക്കാനില്ല. കാരണം 17 മണിക്കൂർ ഡോക്ടർ ചെയ്യുമ്പോൾ എന്നാൽ അതുകൊണ്ട് അതിൽ കുറച്ച് കുറയ്ക്കണം.
കുറയ്ക്കാൻ ശ്രമിച്ചാലും നമുക്ക് പലപ്പോഴും നടക്കാറില്ല. കുറയ്ക്കാൻ തക്ക വ്യവസ്ഥിതി വ്യവസ്ഥയുണ്ട്. രോഗികളുടെ എണ്ണം കുറയണം. രോഗികളുടെ എണ്ണം കുറയുകയാണെങ്കിൽ, പക്ഷെ മറ്റേത് നമുക്ക് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തെറ്റാ. ഇപ്പം ഞാനൊരു രോഗിയെ വരുമ്പോൾ ഞാനില്ല, എനിക്കിന്ന് സമയമില്ല എന്ന് പറഞ്ഞാൽ വാല് കൊട്ടി അടച്ചു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ പോയി കിടക്കാൻ പറ്റും, പക്ഷെ ഉറങ്ങാൻ പറ്റില്ല. ഇപ്പോഴുള്ള ഒരു ദോഷം എൻ്റെ അഭിപ്രായം, ക്യാൻസറാന്ന് പറഞ്ഞാൽ ഉടനെ ചാവപ്പെട്ടി അന്വേഷിക്കുക. അത് പക്ഷേ ഈ 17 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യുമ്പോഴും ഞാനിപ്പോൾ പറയാറുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരിക്കലും അത് പ്രയാസം തോന്നാറില്ല. കാരണം വെച്ചാൽ നമ്മുടെ കൂടെ വന്നിരുന്ന് സംസാരിക്കുന്ന രോഗികളൊക്കെ നമ്മളെപ്പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മളോട് ഇരുന്ന് സുഖമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്, അപ്പോൾ രസമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ആ ഒരു ജോലി ചെയ്ത് മുഷിപ്പ് തോന്നുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യമായി തോന്നാറില്ല. എനിക്ക് ഒരിക്കലും തോന്നാറില്ല. രാത്രിയൊക്കെ ആണെങ്കിൽ നമ്മൾ, അപ്പം ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കാറുണ്ട് പലപ്പോഴും. രാത്രി ഞാനൊരു 11 മണി 12 മണിക്ക് ഞാനൊരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ ആ പേഷ്യൻ്റ് മിക്കവാറും കാസർഗോഡ് നിന്ന് കണ്ണൂരിൽ നിന്ന് വരുന്ന രോഗിയായിരിക്കും. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ വീട്ടിൽ ചെല്ലും. ഇവിടുന്ന് 10 മിനിറ്റ് കൊണ്ട് വീട്ടിൽ ചെന്നാൽ എനിക്ക് മേശപ്പുറത്ത് ചോറെടുത്ത് തരാനൊക്കെ ആളുണ്ട്. ഈ രാത്രി ഞാൻ 11 മണി 12 മണിക്ക് കാണുന്ന രോഗി ഇവിടുന്ന് സ്റ്റേഷനിൽ പോയി ഒരു ഓർഡിനറി കമ്പാർട്ട്മെൻറ്റ് പിടിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അടുത്ത ദിവസം ഉച്ചയാവും മിക്കവാറും. അതിനെക്കുറിച്ച് ഒരു സെക്കൻഡ് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും പ്രശ്നമില്ല. ഞാൻ പറയുന്നത് എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ കണ്ടിട്ട് ഞാൻ അപ്പോൾ ഇറങ്ങുകയാണ്. ആ ഒരു ഇത് വരികയാണെങ്കിൽ തോന്നുന്നത്. അത് മാത്രമല്ല, എനിക്ക് പലപ്പോഴും നമ്മളെ സാധാരണഗതിയിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് സുഖമായിട്ട് ജോലി ചെയ്യാം. നമ്മൾ അതേ സമയത്ത് നമ്മൾ ആ ജോലിയെ നമ്മൾ മറ്റു പലതായിട്ട് താരതമ്യപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റെമ്യൂണറേഷനായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ആ ജോലി മുഷിപ്പായിട്ട് തോന്നുന്നതും അല്ലെങ്കിൽ ചെയ്യേണ്ടെന്ന് തോന്നുന്നതും ഞാൻ കൂടുതൽ ജോലിയല്ല ചെയ്യാൻ എനിക്ക് തോന്നാറുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ സാലറി ബേസ്ഡ് ആയിരിക്കരുത്. എന്നാൽ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറിക്കിട്ടും. അതേ ഉള്ളൂ. അതായത് എനിക്ക് ഡോക്ടർക്ക് പുസ്തകം വായിക്കണം, അത് ചെയ്യണം, പിന്നെ എഴുന്നേക്കണം, സമയത്തൊക്കെ എല്ലാം ചെയ്യാൻ കിട്ടും. അതുകൊണ്ട് മിനിമം ഇന്ന സാലറി കൊണ്ട് കിട്ടിയിരിക്കണം എന്നൊക്കെ പറയാം. അതാ ഇത് സംബന്ധിച്ച് ഇതിൻ്റെ റെമഡിയൽ മെഷേഴ്സ് നമുക്ക് നിങ്ങൾ കുറച്ച് പേര് കൂടി ഉണ്ടാക്കിയിട്ട് അത് ഗവൺമെൻറ് സഹായത്തോടുകൂടി എല്ലാവരും കൂടെ സഹകരിക്കണം. അല്ലാതെ ആശുപത്രിക്കാരല്ല. ഞങ്ങൾക്ക് തിരുമേനിയും കൂടെ ഇനിയൊരു 100 വർഷം കൂടെ ഞങ്ങൾക്ക് ജീവിച്ചിരിക്കാന്നുണ്ടെങ്കിൽ തിരുമേനി ഇതുപോലെ 100 വർഷം കൂടെ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ എല്ലാത്തിനും ഒരു 100 വർഷത്തിന് ഞാൻ ക്യാൻസർ കൊണ്ട് മരിക്കുകയില്ല. ഇല്ല ഒരിക്കലും ഇല്ല. അതല്ല നമുക്ക് ഇതിലൊത്തിരി പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. അതെ, പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കണം. അത് പ്രിവെൻറ്റ് ചെയ്തില്ലെങ്കിൽ അത് തെറ്റാണ്. അത് നമ്മുടെ ഹാബിറ്റ്സ് തന്നെയാണ്. ഞാൻ നമ്മുടെ പുകയിലെയും മദ്യപാനം ഒന്നും നമുക്ക് ചില ഭക്ഷണക്രമവും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. മുമ്പേ പറഞ്ഞില്ല മദ്യം. അതെ, ഇവിടെ ഇപ്പം മദ്യം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടിയെന്ന് മദ്യം കുഴപ്പം പിടിച്ചതാണ്. പുകയില ഇപ്പം നമ്മൾ കാണുന്നത് മുഴുവൻ സ്കൂൾ കുട്ടികളൊക്കെയാണ്. 4ാം ക്ലാസ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് ഈ ഹാൻഡ്സും പാൻ പരാഗും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നത്. കഷ്ടം തോന്നും. അവർക്കൊന്നും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്താണ് അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്ന് അവർക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ ക്ലാസ് കൊണ്ടുപോയി കാണിച്ച് പടങ്ങൾ കാണിക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ പോയി ക്ലാസ് എടുത്ത് ഞാൻ സ്റ്റേജിൽ വെച്ച് ഞാൻ വിളിച്ചു. അതായത് നിങ്ങളിവിടെ വലിക്കുന്ന അല്ലെങ്കിൽ പുകയില ഉപയോഗിക്കുന്ന ആരെങ്കിലും 3 പേര് സ്റ്റേജിൽ വന്നിട്ട് നിങ്ങൾ പറയണം ഞാനിന്ന് നിർത്താമെന്ന് പറയണമെന്ന് പറഞ്ഞു. ആരും വന്നില്ല. പക്ഷെ ഞാൻ തിരിച്ച് കാറിലേക്ക് കയറുന്ന സമയത്ത് എൻ്റെ പുറകിൽ കൂടെ 1-2 പേരെ പുറത്ത് കെട്ടിയിട്ട് സാറേ ഞങ്ങൾ നിർത്തുക ഞങ്ങൾ 3 പേരെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പലപ്പോഴും മനസ്സിലാവാത്തതുകൊണ്ടാണ് ആ പ്രായത്തിലേക്ക് ഒരു ഹീറോ ആവാനോ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചാലേ ഞാനൊരു ഹീറോ ആവുള്ളൂ എന്നൊരു വിശ്വാസമൊക്കെ വരുന്നതുകൊണ്ടാണ് പലരും പോയി ചെന്ന് ചാടി വീഴുന്നതിൻ്റെ അകത്ത്. പക്ഷെ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ
എഡ്യൂക്കേഷനാണ് ഏറ്റവും നല്ലത്. പഠിപ്പിക്കുക തന്നെയാണ്. പഠിപ്പിക്കുന്നത് നമ്മുടെ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോലെ തന്നെ കുറച്ച് നല്ല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും, പിന്നെ അതിഭീകരമായ 2 ചിത്രങ്ങളും കാണിച്ചു കൊടുത്താൽ പലപ്പോഴും ഒരു നമുക്ക് ഹെൽത്ത് എന്നോ മറ്റോ പറഞ്ഞ ഒരു വിഷയം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഹെൽത്ത് തന്നെ ഞാൻ പറഞ്ഞാൽ ഈ ഇങ്ങനെയൊക്കെ ഉള്ള എന്താണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതില്ലാതെ പള്ളിക്കൂടം അനുവദിക്കുക. സിലബസിന്റെ ഭാഗമാണ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റിനോ. അതെ, അതിനുള്ള ബേസിക്കലി ഉള്ള അതിനെക്കുറിച്ചുള്ള നോളജ് എല്ലാവർക്കും മനസ്സിലാക്കണം. അത് തന്നെയാണ്. അത് മനസ്സിലാകാത്തതിൻ്റെ ഒരു പ്രശ്നം ഞങ്ങൾ ഇന്നലെ കണ്ടു. ഇന്നലെ ഇതുപോലെ ഒരു അമ്മ വന്നിരുന്ന് കരയായിരുന്നു. അമ്മ കരയാൻ കാര്യമെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. അവസാനം ഇത് കഴിഞ്ഞ് ഞാൻ എല്ലാവരും കൂടെ വന്നവരെയൊക്കെ പുറത്ത് നിർത്തി കഴിഞ്ഞിട്ട് ചോദിച്ചു പറഞ്ഞു, അതായത് മകൻ്റെ കല്യാണം ഇപ്പോൾ കഴിഞ്ഞാൽ 4 മാസമേ ഉള്ളൂ. മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മകളെ, അതായത് കല്യാണം കഴിഞ്ഞ് വന്ന മകൻ്റെ ഭാര്യ ഇവരുണ്ടാക്കുന്ന ആഹാരങ്ങളൊന്നും കഴിക്കില്ല. ഇവർ കഴിക്കുന്ന പ്ലേറ്റ് കഴുകാടുക്കില്ല. പേടിയാണ്, ഇത് പകരുമെന്ന് പറഞ്ഞ പേടിയാണ്. അതുകൊണ്ട് ഇവർ തൊടില്ല. ഇവർ കിടക്കുന്ന മുറിയിൽ വരില്ല. അപ്പോൾ ഇവര് ഭയങ്കര കരച്ചിലാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് അപ്പം ഞാൻ ഇവിടെ ചോദിച്ചു, മോളെ എന്താ പഠിച്ചത്? സയൻസ് പഠിച്ചിട്ടുണ്ടോ? സയൻസ് ഒന്നും പഠിച്ചിട്ടില്ല, മലയാളം MA ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ അത് അവരുടെ തെറ്റിദ്ധാരണ. ഞാൻ ഒരു ദിവസം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ കൊണ്ടുവരാൻ കൊണ്ടുവന്ന് ഞാൻ സംസാരിക്കാം. ഇത് നമ്മൾ അറിഞ്ഞ ആൾക്കാരാണ് ഇവരൊക്കെ. ഇതുപോലെ ധാരാളം ആൾക്കാരുണ്ട്. അതായത് ഇതിപ്പോഴും പകർച്ചവ്യാധിയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും തൊട്ടുകൂടായ്മ ഉണ്ടെന്ന് അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നതൊക്കെ ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ അതൊക്കെയാണ് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് തോന്നുന്നത് പലപ്പോഴും അതാണ്. ഇതുപോലെ ഒരു രോഗി, ഇതുപോലെ അമ്മ ആണ് രോഗി, മകനുള്ള കുറച്ച് ചോക്ലേറ്റ് എല്ലാ ദിവസവും വൈകുന്നേരം ഈ ഭർത്താവിൻ്റെ കൊടുത്തു വിടും. പക്ഷെ ആ ചോക്ലേറ്റ് ഒരിക്കൽ പോലും ആ കുട്ടിയുടെ അടുത്ത് എത്തിയിട്ടില്ല. അവസാനം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഭർത്താവ് വിശ്വസിക്കുന്നത് അമ്മ തൊട്ട മിഠായി കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അതിൽ കൂടെ ക്യാൻസർ കുട്ടിക്ക് പകരുന്നതാണ്. ഇതൊക്കെ നമ്മൾ എന്നും കാണുന്നത്. അതൊക്കെ ഭയങ്കര കഷ്ടം. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഇത്രയൊക്കെ നമ്മൾ ക്ലാസ് എടുത്തും പഠിപ്പിച്ചും കഴിഞ്ഞിട്ടും പിന്നെയും നമുക്ക് കാണുന്ന ആൾക്കാർ ഇങ്ങനെയാണ് സങ്കടം വരുന്നത്. ക്യാൻസർ കേരളത്തിൽ നിന്ന് മാറ്റുന്ന ഒരു പ്രോഗ്രാം നമുക്കുണ്ടാക്കണം. അത് നമ്മളെ ഡോക്ടേഴ്സും ജനങ്ങളും പണക്കാരും ലെജിസ്ലേറ്റേഴ്സും എല്ലാവരും കൂടി അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സും കൂടി, അതായത് എല്ലാ വർഷവും കുറഞ്ഞ് വരണം. 20-25 വർഷം കഴിയുമ്പോൾ നമുക്ക് ക്യാൻസർ നമ്മുടെ ഞാൻ പറഞ്ഞത് 5 വർഷം കഴിയുമ്പോൾ ബേസിക് നീഡ്സ് എല്ലാവർക്കും ലഭിച്ചിരിക്കണം. 5 വർഷമാണെന്ന് അതങ്ങനെ തന്നെ പഠിച്ചു. ഞാൻ അതാ തിരുമേനിയോട് പറയും. തിരുമേനിയെ പോലുള്ളവരൊക്കെ ഇങ്ങനത്തെ ഒരു സംരംഭമായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ കാണുമ്പോഴൊക്കെ കണ്ടു ഒന്ന് മരുന്ന് അവൈലബിൾ ആക്കണം. ഇതിപ്പം ഒത്തിരി പണം ഉണ്ടെങ്കിൽ മരുന്ന് കിട്ടുള്ളൂ. അത് ഞാൻ മരുന്നിൻ്റെ വില കുറയ്ക്കണമെന്നല്ല പറയുന്നത്. അപ്പം നമ്മൾ പണം ഉണ്ടാക്കണം, സംവിധാനം ഉണ്ടാക്കണം. തീർച്ചയായിട്ടും അതെ. ക്യാൻസർ പേടിയില്ലാതെ എനിക്ക് ക്യാൻസർ ആയിരുന്നപ്പോൾ ഒരു അമ്മ മകനെ പറഞ്ഞയച്ചപ്പോൾ അമ്മ പറഞ്ഞ് നീ പോയി എല്ലാം ചെയ്ത് ഡോക്ടറോടും ഒക്കെ ചോദിച്ച ശരിയായിട്ട് എനിക്ക് സഞ്ചരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു. അവൻ തിരിച്ച് എന്നെ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മയെ തിരുമേനിക്ക് അറിഞ്ഞുകൂടാ, തിരുമേനിക്ക് ക്യാൻസറാണ്. ഉടനെ ചോദിച്ചു, നീ അതെങ്ങനെ അറിഞ്ഞു? അതിപ്പോൾ എന്നെ കളിയാക്കുകയൊക്കെ ആയിട്ടും ജോലി, അല്ലാതെ തിരുമേനിയുടെ ക്യാൻസറിനെ പറ്റി പറയുകയല്ല പണ്ട് എന്ന് പറഞ്ഞു. അപ്പം അവൻ്റെ അമ്മ വിളിച്ചെന്നെ, ഇവനിങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവനെ കളിയാക്കാതിരുന്നുകൊണ്ട് ക്യാൻസറിൻ്റെ ചികിത്സയാവുകയില്ല. നേരെ മറിച്ച് ഇപ്പിക്കും. ഞാൻ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രിയുണ്ട്, അവിടെ ഒരു രോഗിയെ കാണാൻ പോയി. അവർക്ക് വലിയ ഭയങ്കര പേടിയാണ്. എനിക്ക് പേടി.
ഞാൻ പറഞ്ഞു ഞാൻ രോഗിയാണ്, പോയി എല്ലാം കഴിയും. നിങ്ങളുടെ ഭർത്താവും ഞാനും കൂടെ ഇപ്പോൾ ഒരു ഗുസ്തി ഇട്ടാൽ ആര് ജയിക്കും? ഉടനെ ഒരു അത് തിരുമേനി ജയിക്കും. ഞാൻ പറഞ്ഞു അതുപോലെ നിങ്ങൾക്ക് അതുപോലെ സുഖം കിട്ടും. എന്നിട്ട് അവർ എന്തോ പറഞ്ഞാൽ അവസാനിപ്പിക്കുമ്പോൾ പറയാം എനിക്ക് പേടിയാന്ന് പറയും. പക്ഷെ ആ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഈ കഴിഞ്ഞ രാത്രി 2 പ്രാവശ്യം പേടിയാന്ന് പറഞ്ഞോളൂ. ഇതെല്ലാം കൂടെ കൂടിയെങ്കിലേ സാധിക്കുള്ളൂ. പേടിയായാലും പറഞ്ഞു മരുന്ന് കൊടുക്കാതിരുന്നാലും ഒക്കെ ഇല്ല. അതൊക്കെയാണ് പേടിയാന്ന് പറയുന്ന ആൾക്കാര്, ആരും അറിയാൻ പാടില്ലെന്ന് കൊണ്ട് നടക്കുന്ന ആൾക്കാര്, അതൊക്കെയാണ് ഈ പ്രശ്നം. അതാ വേറൊരു ദോഷം. ഇപ്പൊ ഈ ക്യാൻസർ ഉണ്ടെന്ന് പറയാൻ ഇഷ്ടമില്ല. അതുപോലെ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വരുന്നവർക്കും എനിക്ക് ക്യാൻസർ ആയിരുന്നു എന്ന് പറയാൻ പേടിയാണ്, അല്ലെങ്കിൽ പറയാനുള്ള മടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും പല വേദികളും ചെന്നിട്ട് ഒരാളോട് വന്ന് സ്റ്റേജിൽ വന്ന് പറയാൻ പറഞ്ഞാൽ കുറച്ച് പേര് വന്ന് പറയും, പക്ഷേ ബാക്കിയൊക്കെ മാറി നിൽക്കും. ഇതിപ്പം പെണ്ണ് കെട്ടാത്ത എനിക്ക് പറയാം, മറ്റേ ഒരു പെൺകുട്ടി ക്യാൻസർ ആയിരുന്നെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കല്യാണം അമ്മയായിരിക്കും. നമ്മളെന്തിനാ വയ്യാവേര് അല്ലേ? അത് തന്നെ തിരുമേനി, ഞാൻ പറയാം, സമൂഹത്തിലെ ക്യാൻസറാണ് ഏറ്റവും വലിയ പ്രശ്നം. സമൂഹത്തിന്റെ മനസ്സുകളെയും ബാധിക്കുന്ന ക്യാൻസറുകൾ തന്നെയാണ് ഏറ്റവും പ്രശ്നം. ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. അതൊക്കെ എന്നിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, 2 തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഉണ്ട്. ഞാൻ ഒരെണ്ണം ക്യാൻസറിനെ പേടിക്കേണ്ടെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് പബ്ലിഷ് ചെയ്തത് മനോരമ എന്ന് തോന്നുന്നു. മനോരമ എനിക്ക് തോന്നുന്നു. മനോരമ ക്യാൻസറിനെ പേടി. അതിന് വേണ്ട 45 രൂപ 50 രൂപയൊക്കെ ഉണ്ടാവും. 50 രൂപയൊക്കെ അടുത്ത വഴിയുള്ളൂ. തിരുമേനി അതുപോലെ തന്നെ 25 വർഷം അല്ല 25 വർഷമായി ഇതിനെ അസുഖമൊക്കെ മാറി, അസുഖമെല്ലാം മാറി, ക്യാൻസർ മാറി, സുഖമായിട്ട് എന്നെ ട്രീറ്റ് ചെയ്തത് ഈ ആശുപത്രി തുടങ്ങുന്നതിന് മുമ്പ്. അതെ 14-15 വർഷം മുമ്പാ. 14 വർഷം മുമ്പാ. ഇപ്പം ആശുപത്രി തുടങ്ങിയിട്ട് നമ്മളെ 13-14 വർഷമായി. തിരുമേനി അതിന് മുമ്പാണ് അതിന് മുമ്പാണ്. അത് ഒരു 15 വർഷത്തോളമായി, ഏകദേശം 15 വർഷമായി. 15 വർഷമായിട്ട് തിരുമേനി ഇതൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു. ക്യാൻസറിനൊക്കെ ഒരു പ്രശ്നമില്ല. ക്യാൻസർ എന്ന കാര്യം ഇത് മാറിക്കഴിഞ്ഞു അല്ലേ, മനസ്സിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞു. അങ്ങനെ സംഭവം ഒരിക്കലും ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ പറയാം, അതായത് നമ്മുടെ ആ ഒരു സമയത്ത് നമ്മുടെ ഒരു ഒരു രോഗം എന്നുള്ളല്ലാതെ പിന്നെ രോഗം മാറി തിരിച്ചു വന്നൊരു, അപ്പോൾ ആ ശരീരത്തിനൊരു അവസ്ഥയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് ശരീരത്തിൻ്റെ അവസ്ഥയായിട്ട് ക്യാൻസറിനെ കാണുകയും ക്യാൻസർ മാറിക്കഴിയുമ്പോൾ അവസ്ഥ മാറി തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതെ, നമുക്കത് ചെയ്യാം. നമുക്കെന്താ ആലോചിക്കണം. അത് മന്ത്രി, ഡോക്ടേഴ്സ്, എക്സ്പേഷ്യൻസ്, പിന്നെ ഈ വലിയ പണക്കാർ, ഇത്രയും ആളുകളുണ്ടായിരിക്കും. ഞാൻ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അവരെയൊക്കെ വിളിക്കും. ശരി, നമസ്കാരം. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയൊരു 100 വർഷം കൂടെ ഞങ്ങൾക്ക് വേണ്ട തിരുമേനി ജീവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണോ അതാണ് എൻ്റെ രാഷ്ട്രീയം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എൻ്റെ രാഷ്ട്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിടിയിലായിപ്പോയി ഞാനും അദ്ദേഹത്തിൻ്റെ പിടിയിലാണ്. മറ്റവൻ നല്ലവനാന്ന് പറയുന്ന മനുഷ്യരെ ആ പഴയ ലോകത്തിൽ 5-6 കാണുള്ളൂ.